ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റഹീസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ മീൻകറി റെസിപ്പിയുമായിട്ടാണ്. അയലയും കായും കൂടിയിട്ടുള്ള വെറൈറ്റി മീൻകറിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ 3 അയല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മീനിൻ്റെ മുള്ളെല്ലാം മാറ്റിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ അയലയുടെ മുള്ളെല്ലാം മാറ്റിയെടുത്ത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുത്തു വരാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അങ്ങനെ ഞാനിവിടെ മീനെല്ലാം നന്നായി കുഴച്ചെടുത്ത് ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് മാറ്റി വെക്കാം. അടുത്തതായി ഞാനിവിടെ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 2 തണ്ട് വേപ്പിലയും 6 വെളുത്തുള്ളിയും 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും 5 പച്ചമുളകും ആഡ് ചെയ്യാം. ഇനി നമുക്കിത് റോ ഫ്ലേവർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 സവാള കനം കുറഞ്ഞ് അരിഞ്ഞത് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് ചേർത്ത മസാലകളുടെ റോ ഫ്ലേവർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലകളുടെ എല്ലാം റോ ഫ്ലേവർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കായ കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. ശേഷം 1 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കായ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കായ ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളവും എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം 2ാം പാല് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ നമ്മൾ ബോൾ ആക്കിയ മീൻ ഓരോന്നായി കോൺ സ്റ്റാർച്ചിൽ കോട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ മീൻ ബോളും ചേർത്ത് കഴിഞ്ഞു. ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് പാകം ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് മീൻ ബോൾ ഓരോന്നായി തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ മീൻ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം 1/4 പാൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. പിന്നെ പാൽ പിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തിളച്ച് വരുന്നത് വരെ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ചേർത്ത നാളികേരം പാൽ തിളച്ചു വന്നിട്ടുണ്ട്. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ റെസിപ്പിയായ മീൻ ബോൾ കായക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.